എനിക്കാണ് നമുക്ക് പോയിട്ടില്ലെങ്കിലും അവിടുത്തെ മഞ്ഞ്, അവിടുത്തെ ബോട്ട്, അവിടുത്തെ യാത്ര, അവിടുത്തെ മറ്റു പ്രകൃതങ്ങളൊക്കെ തന്നെ നമ്മളെ മുന്നിൽ സൂക്ഷ്മ ആവശ്യത്തിൽ സമഗ്രതയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് എംടിയുടെ ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. ഇടവഴികളെക്കുറിച്ച് പറയും, അവിടെ ഉണ്ടായിരിക്കുന്ന മരങ്ങളെക്കുറിച്ച് പറയും, മറ്റു ചില ജീവികളെക്കുറിച്ച് പറയും. അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് എങ്ങനെയാണോ ആവിഷ്കരിക്കാൻ കഴിയുക. ഒരു സിനിമയുടെ ഒരു ഗുണം അതാണല്ലോ. ഒരു ക്യാമറ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസിൽ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ യാന്ത്രികമായിട്ട് തന്നെ അതിലേക്ക് വരും എന്നുള്ളത് നമുക്കറിയാം. അതൊരു ക്യാമറയുടെ ഒരു മെഷീൻ, ഒരു ടെക്നോളജിയുടെ ഒരു കണ്ണാണ് അതിൻ്റെ. പക്ഷെ ഒരു എഴുത്തുകാരൻ ആവിഷ്കരിക്കണമെങ്കിൽ ഈ ഓരോ കാര്യത്തെയും അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ സർഗാത്മക ഭാഷയിലും ഒക്കെ തന്നെ പെടുത്തുന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ സൂക്ഷ്മാംശത്തിലേക്ക് വിശദീകരിച്ചുകൊണ്ട് കഥാപാത്രങ്ങളുടെ മനോവ്യാപാരത്തെ സമ്പൂർണ്ണമാക്കുന്നു എന്നുള്ളതാണ് എഴുത്തിൻ്റെ. അപ്പോൾ ഓപ്പോൾ എന്ന് പറയുന്ന ഒരു കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കും ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഓപ്പോളിനെ കുറിച്ചുണ്ടായിരുന്ന ചിന്തകളും ഓപ്പോളിൻ്റെ ചില പെരുമാറ്റങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ ഓപ്പോൾക്ക് ഭ്രാന്താണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുക എന്നല്ലാതെ ഈ ഓപ്പോൾ അമ്മ തന്നെയാവും, ഈ കുട്ടി അമ്മയാണെങ്കിൽ ഇതിനൊരു അച്ഛൻ ഉണ്ടാവില്ലേ, അത് എന്തുകൊണ്ട് ഒഴിഞ്ഞുപോയി, അത് നോർമലായിട്ടുണ്ടായിരുന്ന സാധാരണ രീതിയിലായ കല്യാണത്തിലൊരു കുട്ടിയാണ്, ഉപേക്ഷിച്ച് പോയതാണോ, ചതിച്ചതാണോ, വഞ്ചനയിൽ കൂടി ഉണ്ടായതാണോ, ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമ്മൾ വായനക്കാരൻ മനസ്സിലേക്ക് വരുമ്പോൾ ഇതിനൊന്നും എനിക്ക് സ്വാഭാവികമായിട്ട് ഉത്തരം പറയുന്നില്ല. പക്ഷേ വളരെ ചുരുക്കം വാക്കുകളിലൂടെ അത് എന്താണെന്ന് ഞാൻ ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് ഓപ്പോൾ എന്നുള്ളതും, ഈ കുട്ടി നിലവിൽ അച്ഛനായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതും, ഈ കുട്ടിയെ അച്ഛമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ അമ്മമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇവർ വയനാട്ടിലെ മറ്റൊരു കല്യാണം കഴിച്ച് പോവുകയാണെന്നും, കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പോകുന്ന ഒരു പട്ടാളക്കാരനാണ്, പക്ഷേ അത് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ ആംഗലമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ സൂക്ഷ്മമായി വായിച്ച് മാത്രം കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും ഒരു എംടി ഇത്രയും എന്ന് പറയുന്നില്ല. ആ സംഭവങ്ങൾ, ഞാനതാണ് പറയുന്നത്, സംഭവങ്ങൾ എന്ന് പറയുന്ന ഈവൻറ്റുകൾ എന്ന് പറയുന്ന കാര്യങ്ങളെ വിശദാംശങ്ങളിലേക്ക് പറയാതെ അനുഭവത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.